അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കാറിഞ്ഞതാണ് കേട്ടോ. ഇന്ന് ചെറിയൊരു ഒത്തുകൂടലുണ്ട് ഇവിടെ വെച്ചിട്ട്. ഓണൊക്കെ അല്ലേ, വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പോകാനൊക്കെ ഉള്ളൊരു ഇഷ്ടമായിക്കാരല്ലോ. അപ്പം അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി ഒന്ന് കൂടാണ് കേട്ടോ. ഇളച്ചിയും നാത്തൂനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒന്നാണ് ഇവിടെ കൂടാണ്. അപ്പോൾ ബിരിയാണി നെയ്ച്ചോറൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സദ്യയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം കൂടിയും ഒരു വീട്ടിൽ വെച്ചല്ല ഉണ്ടാക്കുന്നത്. ഒരു വരുന്നവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ തോനാവുമല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൊടുന്നിട്ട് ഇവിടെ വെച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോറും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തറവാട്ടിൽ നിന്ന് പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വരുന്നുണ്ട്. പിന്നെ വേറൊരു വീട്ടിൽ നിന്ന് അതേപോലെ തന്നെ ഉപ്പേരികൾ, കൂട്ടുകറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ചെടികൾക്കൊക്കെ നനച്ച് ഇനി കുറച്ച് പയറുണ്ട് കേട്ടോ ഉണ്ടായിട്ട്. നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ ഒരു വേറൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ പയറ് കുറച്ച് അതിന്മേന്ന് പറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി കുറച്ചുണ്ട്. മുളകും പറിക്കാണ്ട്. മഴ ആയതുകൊണ്ട് മുളകൊന്നും പറിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ പഴുത്തും ചെയ്തേക്കണം കേട്ടോ. അപ്പം ചെടികളൊക്കെ ഒരു അരുവിൽ മാറ്റി വെച്ചതാണ് കേട്ടോ. പെയിൻ്റ് അടിക്കാർ പിന്നെ വന്നിരുന്നു. അപ്പം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ഒരു അരുവൊക്കെ എടുത്തത്. ഇനി പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. അപ്പം അങ്ങനെ ഇതാണ് മക്കളെ പയർ കേട്ടോ. നല്ല ഉണ്ടായിട്ടുണ്ട്. മഴയല്ലേ, നനക്കൊന്നും വേണ്ടേനും. പിന്നെ ഏത് സമയത്തും ഉണ്ടാവും കേട്ടോ പയറായതുകൊണ്ട്. അപ്പം അങ്ങനെ പയർ കുറച്ചുണ്ടായിട്ടുണ്ട്. ഒരു 1/2 കിലോ പോലെ ഉണ്ടാവും ഇക്കാരം, അല്ലെങ്കിൽ 1 കിലോ ഉണ്ടാവും. നമ്മൾ അറുത്ത് നോക്കിയാലേ അറിയുള്ളൂ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല നീളമുണ്ട് കേട്ടോ. നല്ല പയർ, നല്ല ഫ്രഷ് പയർ. പിന്നെ കെമിക്കലൊന്നും അടിക്കാത്ത പയറാണല്ലോ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പോലെ അല്ലല്ലോ. നമ്മൾ സാധാ കോഴിക്കാഷ്ടവും ഇതൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇത്ര ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പയർ. ആദ്യമായിട്ട് അറക്കണം കേട്ടോ. അവിടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ അറുത്തത്. ഇനിയൊരു ഭാഗത്തുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടി അറുത്താൽ ഒരുപാട് പയറായി കേട്ടോ. അവർ വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പണികളൊക്കെ ഒന്ന് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഈ പണിയൊക്കെ കഴിച്ച് വെക്കണം കേട്ടോ. ഇത്രയും കിട്ടിട്ടോ. ഒരു 1/2 കിലോനോ 1 കിലോനോ എന്ന് പറയാൻ പറ്റില്ല. തൂക്കിയാൽ അറിയുള്ളൂ. നമ്മളൊരു സുമാറ് പറയണമെന്നുള്ളൂ കേട്ടോ. എന്നാലും നല്ല ഫ്രഷ് പയർ. ഇനി കുറച്ച് മുളക് ഇറക്കാണ്ട്. പയർ അറുത്ത് കഴിഞ്ഞു. ഇനി മുളകുണ്ട്. മുളകൊക്കെ മഴ ആയതുകൊണ്ട് ഇറങ്ങോണ്ട് തൊടിക്ക് വരാത്തതുകൊണ്ട് കുറേ പഴുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി പറിച്ചിട്ട് ഉണക്കിയെടുക്കാം. നമുക്ക് കടുക് വറുക്കടിക്കൊക്കെ ഇടാലോ. നല്ല എരിവുള്ള മുളകുകളാണ് കേട്ടോ. നല്ല ചുവപ്പ്. മരത്തുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. പച്ചപ്പും അതിലൊരു ചുവപ്പായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പം അങ്ങനെ പച്ചമുളക് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അറക്കണേ. അത് അറുത്തിട്ട് വേണം കുളിക്കാൻ പോവാൻ. എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ മുളകായതുകൊണ്ട് അടുപ്പിക്കണില്ല. ഇനി അഥവാ പൊട്ടിച്ച് കാണാൻ എന്തെങ്കിലും ചെയ്താൽ അത് എരിഞ്ഞിട്ട് നിൽക്കില്ല. അപ്പോൾ പിന്നെ കുറച്ച് മാറ്റി നിർത്തിയതാണ് മോളെ. അപ്പം അങ്ങനെ ഒരുപാട് മുളക് കിട്ടി. ഒരു സന്തോഷമാണല്ലോ. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായാൽ കഴിക്കുന്നതല്ല, അതിങ്ങനെ ഉണ്ടായി കാണുന്നതും ഒക്കെ നല്ല ഭംഗിയാണല്ലോ. നല്ല രസമാണ്. പിന്നെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത പച്ചക്കറി കിട്ടല്ലേ. അപ്പോൾ അത് നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഇതുപോലെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചാൽ, ഇവർക്ക് ഗ്രോ ബാഗിലും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് തന്നെ നല്ല ആരോഗ്യത്തിന് കേടില്ലേനും നല്ലതാണേനും. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങണിയെന്ന്, പുറത്തുനിന്ന് എങ്ങനെ വരുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും പുറത്തുനിന്ന് കഴിക്കാതെ കഴിയൂല. തക്കാളിയും അങ്ങനത്തെ ഒക്കെ നമ്മൾ വാങ്ങും, ഉള്ളിയൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയണത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുക. നല്ല നീളമുള്ള പച്ചമുളകൊക്കെയാണ് കേട്ടോ.
നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ഇതേപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക, ഒരു ടൈം പാസ്, അതൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും പറ്റുന്നവരുണ്ടാക്കുക. കാണുമ്പോഴേ നമുക്കൊരു പച്ചപ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇതാണ്, നമുക്കൊരു എനർജിയാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സന്തോഷം വരും കേട്ടോ. എനിക്കങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് അത് വേറെയുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം. ചീരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ, മഴൻ്റെ മുന്നേ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പച്ചക്കറി പച്ചമുളക് പിന്നെ അധികം ചോറിട്ട് കൊടുക്കേ ആലോചിച്ചല്ലേ.
എന്റെ മോള് പോയി എന്റെ മോള് പോയി ഐസി പോയി ബാമ്പ ചാടിട്ടോ അലീന റോബിന്റെ കുറച്ച് ഏറെയാണ് സ്പീഡ് സ്പീഡ് ചാടി അതാ 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 പീരു അത് സ്പീഡ് കുറഞ്ഞാണ് നിങ്ങളത് കുളം കര കുളം കര കര കുളം കര കുളം കര മാമിയാ